Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? അത് കംപ്ലീറ്റ് ആയില്ലല്ലോ? ഒരു പോയിന്റ് വരെ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. ഓക്കെ, ശരി. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇപ്പൊ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് 1994 ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്, അല്ലെങ്കിൽ ഈ ആക്ട് വഴി എന്താണ് ശരിക്കും നൽകുന്നത്? ഈ ആക്ടിലൂടെ എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? ഈ ആക്ട് എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? ഓർഗനോ ടിഷ്യൂസോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് അല്ലെ? അത് സ്റ്റോർ ചെയ്യാം, നമുക്കത് റിമൂവ് ചെയ്യാം, സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം. എന്ത് ഉദ്ദേശത്തിന് വേണ്ടി, എന്ത് പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യാൻ പറ്റുക? തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ? ചികിത്സാപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾക്ക് വേണ്ടി മാത്രം അല്ലെ? അല്ലാത്ത രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഡീലിങ്സ് അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള ഇത്തരം അവയവങ്ങളുടെ കൈമാറ്റം ചെയ്യലും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നിയമം വഴി നിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ തെറാപ്യൂട്ടിക് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഹ്യൂമൻ ഓർഗൻസ് റിമൂവ് ചെയ്യാം, സ്റ്റോറേജ് ചെയ്യാം, ട്രാൻസ്പ്ലാന്റേഷൻ നടത്താവുന്നതാണ് എന്നാണ് ഈ ഒരു നിയമത്തിലൂടെ പറയുന്നത് അല്ലെ? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി പറഞ്ഞിരുന്നു. 2011 ഇത് അമെന്റ്മെന്റ് ആക്ട് വന്നിരുന്നു എന്നുള്ളത് അല്ലെ? അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റേറ്റുകളിൽ ഏത് വർഷം അല്ലെങ്കിൽ ഏത് ദിവസമാണ് പ്രാബല്യത്തിൽ വന്നത് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ ഈ ഒരു ആക്ട് അറിയപ്പെടുന്ന പേര് എന്താണ്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് TSOTA 1994 എന്നാണ് അറിയപ്പെടുന്നത്. ഇതുവരെ പറഞ്ഞു നിർത്തിയിരുന്നു അല്ലേ? ഓക്കെ അല്ലേ? എവിടെ വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ പറയുന്നത് അടുത്ത പോയിന്റ് നോക്കി പോവാണ് കേട്ടോ. ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ലീഗൽ ഡെത്ത് ഇൻ ഇന്ത്യ under the Transplantation of Human Organs and Tissue Act since 1994. Like many other countries which have revolutionized the concept of organ donation after death. നമുക്കറിയാം ബ്രെയിൻ ഡെത്ത്, ഇത് മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകളിലെ അവരിൽ നിന്നല്ലേ നമ്മൾ കൂടുതൽ ഓർഗൻസ് ഒക്കെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി എടുക്കുക. കേട്ടിട്ടില്ലേ? ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇപ്പൊ അതിന്റെയൊക്കെ ന്യൂസസ് കാണാറുണ്ട് അല്ലെ? മസ്തിഷ്ക മരണം സംഭവിച്ച ആളുകൾക്ക് ഒരുപാട് ജീവൻ നിലനിർത്താനായിട്ട് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ? ഇപ്പൊ ഈ അടുത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് കേസുകൾ അല്ലെ? അപ്പൊ അതുപോലെ ഈ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു മസ്തിഷ്ക മരണം സംഭവിക്കുക എന്ന് പറയുന്നത് ഈ ഒരു നിയമത്തിന് കീഴില് ഒരു ലീഗൽ ഡെത്ത് അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു മരണമായിട്ട് നമ്മുടെ ഹ്യൂമൻ ഓർഗൻസ്, അതായത് ഈ ഒരു ആക്ടിന് കീഴിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയില് ഇതൊരു നിയമപരമായിട്ടുള്ള ഒരു മരണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിന് കീഴിൽ മറ്റു പല കൺട്രീസിലും മറ്റു പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നിയമം നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ വന്നതോടുകൂടി which has revolutionized the concept of organ donation after death. മരണത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷം നമുക്ക് അവയവദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെ ഈ ഒരു നിയമത്താൽ സൃഷ്ടിക്കുകയുണ്ടായി. And after natural cardiac death, only a few organs or tissues can be donated, including vital organs such as kidney, heart, liver and lungs. അപ്പോൾ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള കാർഡിയാക് ഡെത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഓർഗൻസോ ടിഷ്യൂസോ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്കൊരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരുപാട് ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? കിഡ്നി, ലിവർ, ഹാർട്ട്, ലങ്സ് മുതലായിട്ടുള്ള ഒരുപാട് ഓർഗൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റുന്നുണ്ട് അല്ലെ? അത് നമ്മുടെ ഇന്ത്യയില് നിയമപരമായി വന്നിരിക്കുന്നത് ഏത് നിയമത്തിന്റെ കീഴിലാണ്? ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആക്ട് 1994 കീഴിലാണ് അത് നിയമപരമായിട്ടുള്ള ഒരു മരണമായിട്ട് അതുവഴി നമുക്ക് ഒരു തെറാപ്യൂട്ടിക് പർപ്പസിന് വേണ്ടിയിട്ട് ഇത്തരം പേഷ്യൻസിലെ ഇത്തരം മരണപ്പെട്ട ആളുകളുടെ മരണം സംഭവിച്ച ആളുകൾ
ആളുകളിൽ നിന്ന് അവയവദാനം നടത്താം എന്നത് നിയമപരമായി നമ്മുടെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ച ഒരു നിയമം കൂടിയാണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആക്ട് 1994 എന്ന് പറയുന്നത്. Next point in pursuance to the Amendment Act, the transplantation of human organs and tissues rules have been notified on 27th March 2014. The Amendment Act and revised rules have made many provisions for promotion of organ donations from cannabis. ഇവിടെ in pursuance to the Amendment Act മായി അനുസൃതമായിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ റൂൾസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയുണ്ടായി. അത് വിജ്ഞാപനം നടത്തിയത് 27th March 2014 പുതിയതായിട്ട് ആ ഒരു അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ ഭേദഗതി നിയമവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചിട്ടകളും അല്ലെങ്കിൽ എന്താണ് കുറച്ച് റൂൾസും ഒക്കെ പുതിയതായിട്ട് എന്ത് ചെയ്തു, മാറ്റങ്ങൾ വരുത്തി വിജ്ഞാപനം ചെയ്തത് 27th March 2014 ഇനി ഈ ഒരു അമെൻമെന്റ് ആക്ട് ആയിക്കോട്ടെ, ഭേദഗതി നിയമമായിക്കോട്ടെ, ആ റിവൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആ പുതുക്കിയ ചട്ടങ്ങളായിക്കോട്ടെ, അതിലെല്ലാത്തിലും എന്തിനെ കുറിച്ചുള്ള നിയമവ്യവസ്ഥകളാണ് പറയുന്നത്? എന്തിനെ കുറിച്ചുള്ള? കാൻഡബസ് എന്ന് പറഞ്ഞാൽ മൃതദേഹങ്ങളാണ് കേട്ടോ. അപ്പൊ മൃതദേഹങ്ങളിൽ നിന്നുള്ള അവയവദാനം, അപ്പൊ മരണപ്പെട്ടവരിൽ നിന്നാണ് നമ്മൾ അവയവദാനം എടുക്കുന്നത്. അങ്ങനെയുള്ള മൃതദേഹങ്ങളിൽ നിന്നുള്ള അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി വ്യവസ്ഥകൾ ഇതിൽ പറയുന്നുണ്ട്. ഈ പുതുക്കിയ അമെൻമെന്റ് ആക്ടുകളിലും അതുപോലെ റിവൈസ് ചെയ്തിട്ടുള്ള റൂൾസിലും പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിൽ പറയുന്നത് ബ്രെയിൻ സ്റ്റെം ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിയമപരമായിട്ടുള്ള ഒരു മരണമായിട്ട് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടത് ഈ ഒരു നിയമത്തിന് കീഴിലാണ്. അതുവഴി നമുക്ക് നമ്മുടെ മറ്റു പല കൺട്രീസിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലും ഇതുപോലെയുള്ള എന്ത് ചെയ്യാം, മരണാനന്തര അവയവദാനങ്ങൾ നടത്താം എന്ന ഒരു ആശയത്തിന് ഒരു വലിയ രീതിയിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു വിപ്ലവം കൊണ്ട് സൃഷ്ടിച്ച ഒരു നിയമം കൂടിയാണ് ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാർഡിയാക് ഡെത്ത് സംഭവിച്ചവരിൽ നിന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ഓർഗൻസോ ടിഷ്യൂസോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവരാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗൻസോ ടിഷ്യൂസോ ഒക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പറ്റും. അപ്പൊ അത്രയധികം ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു സമീപനം കൊണ്ടുവന്നത് ഈ ഒരു ആക്ടിന്റെ കീഴിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് അമെൻമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അമെൻമെന്റ് ആക്ടുകൾ അല്ലെ, ഭേദഗതി വരുത്തിയ നിയമമൊക്കെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിലെ റൂൾസിനും എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസിങ് ചെയ്തിട്ടുണ്ട്. ഈ റൂൾസിലും മാറ്റങ്ങൾ വരുത്തി പുതിയതായിട്ടുള്ള റൂൾസ് നിലവിൽ വന്നിട്ടുണ്ട്. ആ പുതിയതായിട്ടുള്ള റൂൾസ് വിജ്ഞാപനം ചെയ്തത് 27th March 2014 ഈ പറയുന്ന ഭേദഗതി വരുത്തിയ നിയമത്തിലും അവിടുത്തെ ആ ഒരു റൂൾസ് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആ ഒരു പുതുക്കിയ ചട്ടങ്ങളിലും എല്ലാം എന്തിനെ കുറിച്ചുള്ള വ്യവസ്ഥകളാണ് പറയുന്നത്, നിയമാനുസൃതമായ വ്യവസ്ഥകളാണ് പറയുന്നത്. കാൻഡബേഴ്സിൽ നിന്നുള്ള ഓർഗൻ ഡൊണേഷൻസ്, അതായത് ശരീരങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മൃതദേഹങ്ങളിൽ നിന്നുള്ള അവയവദാനവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി വ്യവസ്ഥകൾ ഈ പറയുന്ന ആക്ടുകൾ, അമെൻമെന്റ് ആക്ടിലായിക്കോട്ടെ, റിവൈസ്ഡ് ആയിട്ടുള്ള റൂളുകളിലായിക്കോട്ടെ എല്ലാത്തിലും പറയുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആക്ട് ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്. എന്താ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ കൃത്രിമ ബീജസങ്കലന നിയമം കേട്ടോ, കൃത്രിമ ബീജസങ്കലന നിയമം. This act prescribes the obligation to obtain a permit from the minister for the collection, sale, import or export of animal semen
or the carrying out artificial insemination. അപ്പൊ ഈ ഒരു നിയമത്തിൽ പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. This act prescribes the obligation to obtain a permit from the minister for the collection, sale, import or export of animal semen or the carrying out artificial insemination. ഈ ഒരു നിയമത്തിൽ പറയുന്നത് കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിനോ അല്ലെങ്കിൽ അനിമൽസിന്റെ സെമൻ അല്ലെങ്കിൽ ബീജം ശേഖരിക്കുന്നതിനോ അല്ലെങ്കിൽ അത് വിൽക്കുന്നതിനോ അല്ലെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യുക അല്ലെ അത് ഇറക്കുമതി ചെയ്യുന്നതിനോ കയറ്റുമതി ചെയ്യുന്നതിനോ ആരിൽ നിന്ന് പെർമിറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നേടണമെന്ന മിനിസ്ട്രിയിൽ നിന്ന് പെർമിറ്റ് നേടണം എന്നുള്ളതാണ്. അതായത് മിനിസ്റ്റേഴ്സിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട മിനിസ്ട്രിയിൽ നിന്നും പെർമിറ്റ് അല്ലെങ്കിൽ അവരൊരു അനുവാദം നേടിയിരിക്കണം. അതാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. A person shall not collect, sell, import or export semen from an animal or artificially inseminate an animal except under and in accordance with the conditions contained in the permit. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു പെർമിറ്റിൽ, അതായത് ഇവിടെ പെർമിറ്റ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തണം, അല്ലെങ്കിൽ ഒരു അനിമലിനെ സെമൻ കളക്ട് ചെയ്യണം, സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം. മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷന്റെ ബേസിസിൽ സബ്മിറ്റ് ചെയ്തിട്ട് മിനിസ്റ്റർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തരും. അങ്ങനെ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു കൃത്രിമ ബീജസങ്കലനം നടത്തുകയോ അല്ലെങ്കിൽ അനിമൽസിന്റെ സെമൻ കളക്ട് ചെയ്യാനോ വിൽക്കാനോ അത് ഇറക്കുമതി ചെയ്യാനോ കയറ്റുമതി ചെയ്യാനോ പാടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ ഒരു പെർമിറ്റ് തന്നിട്ടുള്ള അല്ലെങ്കിൽ പെർമിറ്റിൽ അടങ്ങിയിട്ടുള്ള വ്യവസ്ഥകൾ പ്രകാരം conditions contained in permit in accordance with and except under the artificial insemination. നമുക്ക് ഒരു അങ്ങനെ ആ ഒരു പെർമിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ വ്യവസ്ഥകളാണോ ആ പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്രകാരം മാത്രമേ പേഴ്സൺ ഷാലോട്ട് പെർമിറ്റിൽ നമ്മുടെ വ്യവസ്ഥകൾ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അനുമതി കൊടുക്കുന്നില്ല എങ്കിൽ ഒരു വ്യക്തിക്ക് പോലും ആ ഒരു അനിമൽ സെമൻസ് കളക്ട് ചെയ്യാനോ സെൽ ചെയ്യാനോ ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. or artificially inseminate an animal except under and in accordance with the condition contained in permit. പെർമിറ്റിൽ അവർക്ക് ആ ഒരു പെർമിറ്റ് അനുവദിച്ച് നൽകിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു വ്യക്തിക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല, ബീജസങ്കലനം നടത്താനോ അനിമൽസിന്റെ സെമൻ കളക്ട് ചെയ്യാനോ അത് വിൽക്കാനോ ഇറക്കുമതി ചെയ്യാനോ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യാനോ ഈ ഒരു നിയമം അനുവദിക്കുന്നില്ല. Then the act also defines the powers of inception. For purpose of this act also defines powers of രണ്ട് പ്രാവശ്യം ഒന്ന് വന്നിട്ടുണ്ട്. അതില് നിങ്ങളേലും ഇതുപോലെ തന്നെയാണോ കിടക്കുന്നത്? ആണോ? ഓക്കെ, അപ്പൊ അതിലെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. The act also defines powers of inspection for purpose of this act എന്ന് പറഞ്ഞു പിന്നെയും അത് തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ നിങ്ങള്? സെന്റൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പൊ അതിൽ ആ ഫസ്റ്റ് ഭാഗം ഒന്ന് എഴുതിയിട്ടേക്കാം കേട്ടോ. The act also defines, അത് എഴുതാം. അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് ഇൻസ്പെക്ഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ഇല്ലേ, ദിസ് വരെ അവിടെ വരെ ഒന്ന് വെട്ടിയിട്ടേ, പർപ്പസ് ഓഫ് ദിസ് വരെ. ഇനി ആ ഒരു ആക്ടിന് മുമ്പായിട്ട് ദ ആക്ട് എന്നാക്കാം, ദ ചേർക്കാം. എന്നിട്ട് അവിടെ തുടങ്ങി അങ്ങ് വായിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയോ? എന്നൊരു പറയണോ? The act also defines powers of inspection for purpose of this വരെയില്ലേ, അതൊന്ന് നിങ്ങളൊന്ന് വെട്ടിയിട്ടേക്കാം. അതിനുശേഷം വരുന്ന ആക്ട് ഇല്ലേ, അവിടെ ഒരു ദാന്ന് ചേർക്കാം. The act also defines powers of inspection for purpose of this act and regulation making powers of the minister. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നിയമത്തിന് ഒരു ഉദ്ദേശമുണ്ട് അല്ലെ. ഏതൊരു നിയമവും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയായിരിക്കുമല്ലോ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ ഉദ്ദേശം എന്താ? ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻസോ സെമൻസോ ഒന്നും കളക്ട് ചെയ്യരുത്, ഇമ്പോർട്ട് ചെയ്യരുത്, എക്സ്പോർട്ട് ചെയ്യരുത് അല്ലെ, പെർമിറ്റ് ഇല്ലാതെ. അതാണ് ആ ഉദ്ദേശം. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനായിട്ട് ഈ ഒരു നിയമം ആർക്ക് അനുവാദം നൽകുന്നുണ്ട്? ആർക്കാണ് അനുവാദം നൽകുന്നത്? മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെ, ആ ഒരു മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ അനുവാദം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രിയുടെ ആ ഒരു മിനിസ്റ്ററിന്റെ
പവേഴ്സ്, അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ഒരു നിയമം. ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാം, എന്തൊക്കെ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ടത്, ഈ ഒരു നിയമം കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കണം. ആ ഒരു പ്രത്യേക ഉദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ ഒരു മിനിസ്റ്ററിന് എന്തൊക്കെ അധികാരങ്ങൾ ഈ ഒരു നിയമം നൽകുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ പരിശോധനകൾ കൊണ്ടുവരാം എന്നൊക്കെ ഈ ഒരു നിയമത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിച്ച് നൽകുന്നുണ്ട്. അപ്പോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് അല്ലെങ്കിൽ കൃത്രിമ ബീജസങ്കലന നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ കൃത്രിമ ബീജസങ്കലനം നടത്തണമെങ്കിലോ അല്ലെങ്കിൽ അനിമൽസിൽ നിന്ന് ബീജം ശേഖരിക്കണമെങ്കിലോ വിൽക്കണമെങ്കിലോ ഇറക്കുമതി ചെയ്യണമെങ്കിലോ കയറ്റുമതി ചെയ്യണമെങ്കിലോ കൃത്യമായി മിനിസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യണം, പെർമിറ്റ് വാങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇനി അങ്ങനെ പെർമിറ്റ് കിട്ടാതെ ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെയുള്ള കൃത്രിമ ബീജസങ്കലനം ചെയ്യാനോ അനിമൽസിൽ നിന്ന് ബീജം കളക്ട് ചെയ്യാനോ വിൽക്കാനോ ഇറക്കുമതി ചെയ്യാനോ അത് കയറ്റുമതി ചെയ്യാനോ പാടില്ല. അവർക്ക് കിട്ടുന്ന ആ പെർമിറ്റിൽ പറഞ്ഞ വ്യവസ്ഥകൾക്കനുസൃതമായി മാത്രമേ ഓരോ കാര്യങ്ങളും ചെയ്യാനും പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ആക്ടില് ആ മന്ത്രിയുടെ പവേഴ്സ് അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു പ്രത്യേക നിയമത്തിന്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നിയന്ത്രണങ്ങളോ പരിശോധനകളോ മന്ത്രിക്ക് കൊണ്ടുവരാം, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള ഒരു വിവരണവും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്. അതായത് മാനസിക രോഗികളായിട്ടുള്ള ആളുകളുടെ സംരക്ഷണവുമായി, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്. Section 14 of the National Trust Act says that a patient, relative or organization can voluntarily apply for guardianship with the local committee established under the same act. ഈ ഒരു നിയമം, ഇതില് പറയുന്ന നിയമം നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് കേട്ടോ, ദേശീയ ട്രസ്റ്റ് നിയമം. ഈ ഒരു നാഷണൽ ട്രസ്റ്റ് ആക്ട് സെക്ഷൻ 14 പറയുന്നത്, 14 പറയുന്നത് say that a parent, ഒന്നില്ലെങ്കിൽ അവരുടെ പാരന്റ്സ് രക്ഷിതാക്കൾക്കോ അവരുടെ റിലേറ്റീവ്സ് ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഒരു സ്ഥാപനങ്ങൾക്കോ വോളണ്ടറിലി അപ്ലൈ, അവർക്ക് സ്വമേധയാ എന്തിന് അപേക്ഷിക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നാ പറയുന്നത്, ഫോർ ഗാർഡിയൻഷിപ്പ് വിത്ത് ലോക്കൽ ലെവൽ കമ്മിറ്റി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ സെയിം ലോ. ഈ ആക്ടിന് കീഴിൽ നിലവിൽ വന്നിട്ടുള്ള, സെയിം ആക്ടിന് കീഴിൽ നിലവിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റിക്ക് അവരുടെ ഗാർഡിയൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് ആ ഒരു രക്ഷകർത്തം അല്ലെങ്കിൽ ആ ഒരു രക്ഷിതത്വം അല്ലെങ്കിൽ ആ ഒരു ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാനായിട്ട് സ്വമേധയാ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ മാനസിക രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോ ആരുമില്ല അല്ലെങ്കിൽ അവരെ നോക്കാനോ ഇതാക്കാനോ ഒന്നും ആരുമില്ല എങ്കിൽ ഒന്നില്ലെങ്കിൽ അവരുടെ പാരന്റ്സിനെ അത് ചെയ്യാം. കാരണം ഇത് അവർക്ക് സ്വത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിലാണ് സാധാരണയായിട്ട് കുറച്ചും കൂടി ഇത് ലീഗലായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആരും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അവരുടെ വേറെ എന്തെങ്കിലും റിലേറ്റീവ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഏറ്റെടുക്കാം. അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ട് ഇവരെ ഏറ്റെടുത്ത് നോക്കുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ, അത്തരം ഓർഗനൈസേഷൻസിനും എന്ത് ചെയ്യാം, ഈ നിയമത്തിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള
എന്താണ് ലോക്കൽ ലെവൽ കമ്മിറ്റികളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അവരുടെ ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും, സ്വമേധയാ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ അപേക്ഷിക്കാം. ഇനി അങ്ങനെ അപേക്ഷിച്ചു കഴിയുമ്പോൾ അവർ കുറെ മാനദണ്ഡങ്ങളൊക്കെ നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ആ ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ഒരു ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അണ്ടർ ദിസ് പ്രൊവിഷൻ ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ദ മെന്റലി റിട്ടാർഡഡ് പേഴ്സൺ ആസ് വെൽ ആസ് ഹിസ് പ്രോപ്പർട്ടി. ഈ പറയുന്ന ആരെയാണോ ഗാർഡിയൻ ആയിട്ട് തീരുമാനിക്കുന്നത് ആ വ്യക്തിക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് കൊടുക്കുന്നത്, ടേക്ക് കെയർ ഓഫ് മെന്റലി റിട്ടാർഡഡ് പേഴ്സൺ, ആ മാനസികമായിട്ടുള്ള ബുദ്ധിമാന്യമുള്ള ആ വ്യക്തിയെയും അവര് എന്ത് ചെയ്യണം, എന്താണ് സംരക്ഷിക്കണം. അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഹിസ് പ്രോപ്പർട്ടി, അവരുടെ സ്വത്തുക്കളും പരിപാലിക്കണം. ആ ഗാർഡിയൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തി പരിപാലിക്കണം. Then relative under chapter 6 of the national trust will include any person relative. റിലേറ്റീവ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തല്ലോ. ആ റിലേറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ട്രസ്റ്റ് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ ചാപ്റ്റർ 6 പറയുന്നത് ഒരു റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ will include any person related to the disabled person. അതായത് ആ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിരിക്കാം, ഏതൊരു വ്യക്തിയും ഏതൊരു വ്യക്തിയും ആവാം. അതായത് ഒന്നുകിൽ അവർ ബ്ലഡ് റിലേഷൻ ഉള്ളവരാവാം, മാരേജ് വഴി റിലേഷൻ ഉള്ളവരാവാം, അല്ലെങ്കിൽ അഡോപ്ഷൻ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു റിലേഷനുള്ള ഏതൊരു വ്യക്തിയെയും നമുക്ക് റിലേറ്റീവ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ് അല്ലെങ്കിൽ മാനസികാരോഗ്യമില്ലാത്ത ആളുകളുടെ രോഗികളുടെയൊക്കെ കസ്റ്റഡി അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് നാഷണൽ ട്രസ്റ്റ് ആക്ട്, ദേശീയ ട്രസ്റ്റ് നിയമത്തിലെ സെക്ഷൻ 14 ഇതിനെ പ്രധാനമായിട്ടും ഈ ഒരു ആക്ടിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. അതിൽ സെക്ഷൻ 14 പറയുന്നത് സേ ദാറ്റ് a parent, a relative or organization can voluntarily apply for guardianship with the local committee established under the same law. ഈ നിയമത്തിന്റെ കീഴിൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള ലോക്കൽ ലെവൽ കമ്മിറ്റിയിലേക്ക് അവരുടെ ഗാർഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റ്സിനോ അവരുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനോ എന്ത് ചെയ്യാം, സ്വമേധയാ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അപേക്ഷിക്കാം. അങ്ങനെ അപേക്ഷിക്കുന്നതിൽ നിന്നും മാനദണ്ഡങ്ങൾ പ്രകാരം നോക്കി നമ്മളൊരു ഗാർഡിയനെ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ അപ്പോയിന്റ് ചെയ്ത ഗാർഡിയന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, ആ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ബുദ്ധിമാന്യമുള്ള അവരെ സംരക്ഷിക്കാനും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസ് സ്വത്തുകളും അവർ ആര് പരിപാലിക്കേണ്ടതായിട്ടുണ്ട്, ഈ അപ്പോയിന്റ് ചെയ്ത ഗാർഡിയൻ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഇവരിൽ എന്തെങ്കിലും അവരിപ്പോ ചില ആളുകളുണ്ട് അല്ലെ, അവരുടെ സ്വത്തുക്കൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കുന്നവരും ഉണ്ടാവാം അല്ലെ, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേസുകൾ. അപ്പൊ അത്തരം എന്തെങ്കിലും കേസുകൾ ഇവരുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വയലേഷനോ കാര്യങ്ങളോ ഉണ്ടാവാൻ കുറെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഗാർഡിയൻഷിപ്പ് റദ്ദ് ചെയ്യാനും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദ റിലേറ്റീവ് അണ്ടർ ചാപ്റ്റർ 6 അപ്പൊ ഈ ഒരു നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ ചാപ്റ്റർ 6 പറയുന്നത് ഒരു റിലേറ്റീവ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്തിരുന്നു. റിലേറ്റീവ് എന്ന് പറഞ്ഞാല് ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ബന്ധമുള്ള ആരും, അതായത് ബ്ലഡ് റിലേഷനിലുള്ളവരാവാം, മാരേജുമായി ബന്ധപ്പെട്ട റിലേഷനിലുള്ളവരാവാം, അഡോപ്ഷൻ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട റിലേഷനിലുള്ളവരാവാം. അങ്ങനെ ഏതൊരു വ്യക്തിയെയും നമുക്ക് റിലേറ്റീവ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസ്.
ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് PNDT ആക്ട് അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആക്ട് എന്ന് എഴുതാം കേട്ടോ. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ്. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആക്ട് ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ? പഠിച്ചിരുന്നോ? PNDT ആക്ട് നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? ഓക്കെ. അപ്പൊ ഇതില് ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതിൽ പുതിയ ഇപ്പൊ നിലവിൽ അറിയപ്പെടുന്ന പേരുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് കുറച്ച് ഭാഗം അതിൽ ഒരുമിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതും ആദ്യത്തെ നമ്മൾ പഠിച്ച PNDT ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഒന്ന് പഠിച്ചു വെക്കണേ. ഇവിടെ പ്രീ കോൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ഇപ്പൊ അങ്ങനെയല്ലേ PNDT ആക്ട് എന്നല്ലേ അറിയപ്പെടുന്നത് അല്ലേ? നിങ്ങൾ അങ്ങനെയല്ലേ നമ്മുടെ ഡിപ്ലോമയിലൊക്കെ പഠിച്ചേ PNDT ആക്ട് അല്ലേ? അപ്പൊ ഇവിടെ നോക്കി പ്രീ കോൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് അതിനെയാണ് PNDT ആക്ട് എന്ന് പറയുന്നത് അല്ലെ? പ്രീ കോൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് 1994 ഹാസ് ബാൻ പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെ? എന്താണ്? പ്രസവത്തിന് മുൻപായിട്ടുള്ള ഒരു ലിംഗനിർണയം നിരോധിക്കുന്ന ഒരു നിയമമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Very genetic counseling center, genetic laboratory, genetic clinic engaged in counseling or conducting prenatal diagnostic techniques like in vitro fertilization (IVF) with the potential of sex selection and pre-implantation genetic diagnosis before and after conception comes under the review of the PNDT Act and are banned. ഇവിടെ ഈ ഒരു നിയമത്തിൽ പറയുന്നത് ഇപ്പോ പലതരത്തിലുള്ള ജനിതകപരമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്ന സെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലബോറട്ടറികളുണ്ട്, ജനറ്റിക് ക്ലിനിക്കുകളുണ്ട്, അതുപോലെ എന്താണ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് സാങ്കേതിക വിദ്യകൾ നൽകി ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ചെയ്യുന്ന പല ജനറ്റിക് കൗൺസിലിംഗുകൾ അല്ലെങ്കിൽ ക്ലിനിക്കുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF ട്രീറ്റ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത്തരം കേസുകൾ ചെയ്യുന്ന ഇടങ്ങളുണ്ട്. അപ്പൊ അവിടെ എല്ലാം പൊട്ടൻഷ്യൽ ഓഫ് സെക്സ് സെലക്ഷൻ അല്ലെ, ലിംഗം നിർണ്ണയിക്കാനുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ സാധ്യതയുള്ള ഇടങ്ങളാണ് ഇവയെല്ലാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഇടങ്ങളിലെല്ലാം ഒരിക്കലും പ്രസവത്തിന് മുൻപായിട്ട് അല്ലെങ്കിൽ പ്രസവത്തിന് മുൻപായിട്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ലിംഗം നിർണ്ണയിക്കാൻ പാടില്ല. അത് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ബാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിരോധിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് കേട്ടോ. Then the main objective of the CAS is the arrest of the declining sex act എന്നാണ് കേട്ടോ ഇവിടെ. Objective of the act എന്നാണ്. Act is the arrest of the declining sex ratio in India. കറക്റ്റ് ആക്കിക്കണേ കേട്ടോ. നിങ്ങളുടെ ശരിയാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെയാണെങ്കിലും ഒന്ന് തിരുത്തിയേക്കണം കേട്ടോ. ആക്ട് എന്നാണ്. Declining sex ratio in India due to rampant female feticide. ഇവിടെ നോക്കിയേ, വളരെ വ്യാപകമായിട്ടുള്ള പെൺഭ്രൂണ ഹത്യകൾ അല്ലെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ ലിംഗാനുപാതം സെക്സ് റേഷ്യോ കുറയുന്നത്, സ്ത്രീ ലിംഗാനുപാതം അല്ലെങ്കിൽ ആ ഒരു സെക്സ് റേഷ്യോ കുറയുന്നത് മൂലം കുറയുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു റാമ്പന്റ് ഫീമെയിൽ ഫിറ്റിസൈഡ്, വ്യാപകമായിട്ടുള്ള പെൺഭ്രൂണഹത്യ കൂടുന്നത് കൊണ്ടാണ്. സോ അത്തരം കേസുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ലക്ഷ്യം വെക്കുന്ന ഒരു പ്രധാന നിയമമാണ് PNDT ആക്ട്, പ്രീ കോൺസെപ്ഷൻ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് 1994. വേഗം വായിച്ചു നോക്കി. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് നോക്കിയാൽ ലാസ്റ്റത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തതിനെ. The main aim objective of the act is the arrest of declining sex ratio in India due to rampant female feticide. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് സെന്റൻസിലെ ഫസ്റ്റ് സെന്റൻസ് the Preconception and Prenatal Diagnostic Techniques Act of 1994 has banned prenatal sex determination. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇപ്പൊ PNDT എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡ് ഫോമും അതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ.
ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്. എന്താണ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്? ഭക്ഷ്യമായം ചേർക്കൽ നിയമം. കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് അല്ലെങ്കിൽ ഭക്ഷ്യമായം ചേർക്കൽ നിയമം കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല അല്ലെ? നോക്കിയേ, the act provides the protection from adulteration or contamination of food that may lead to the health risk of consumers. അതായത് ഇവിടെ ഈ ഒരു നിയമം പ്രധാനമായിട്ടും എന്തിനു പരിരക്ഷ നൽകുന്നതാണ്? എന്തിനു വേണ്ടിട്ടാ? ഹെൽത്ത് റിസ്ക് ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെ? ഇപ്പൊ ആ ഒരു ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഫുഡുകൾ, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അഡൾട്ടേർഡ് ആയിട്ടുള്ള മായം കലർത്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഹെൽത്ത് റിസ്ക് ഉണ്ടാവും അല്ലെ? ആരോഗ്യകരമായിട്ടുള്ള ആരോഗ്യം അപകടത്തിലേക്ക് നയിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷ്യമായം ചേർക്കലോ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ മായം ചേർക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ മലിനമാക്കുന്നതിൽ നിന്നോ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം അല്ലെങ്കിൽ പരിരക്ഷ നൽകുന്ന ഒരു നിയമമാണ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണേ. The act provides the protection from adulteration or contamination of food that may lead to the health risk of consumers. ഉപഭോക്താക്കളുടെ ആരോഗ്യം അപകടത്തിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഭക്ഷണങ്ങളില് മായം ചേർക്കുകയോ അല്ലെങ്കിൽ അത് മലിനമാക്കുകയോ ചെയ്യുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ പരിരക്ഷ നൽകുന്ന ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു നിയമമാണ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് എന്ന് പറയുന്നത്. The act also deal with the frauds also that can be perpetrated by the dealers by supplying cheaper or adulterated food. അതുപോലെ തന്നെ വളരെ ചീപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ മായം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങള് വിതരണം ചെയ്യുന്ന ഡീലേഴ്സിനെ അവരുടെ കുറ്റങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രോഡ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൂടിയാണ് ഈ നിയമം. അതുപോലെ the act regulate the use of chemicals, pesticides, flavors and other additives in food preparation. ഭക്ഷണം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് അല്ലെങ്കിൽ അഡിക്റ്റീവ്സ് മുതലായവയിലേക്ക് ഒരു നിയന്ത്രണവും ഈ നിയമം കൊണ്ടുവരുന്നുണ്ട്. Although this act there is a control over dumping of substandard foods. അതുപോലെ തന്നെ നിലവാരം കുറഞ്ഞ ഭക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നു. Enrichment of flour, bread or other cereals with vitamin C in certain foods can be done under the provision made in this act. ഈ ഒരു ആക്ടിന് കീഴിൽ പറയുന്ന ഒരു വ്യവസ്ഥ പ്രകാരം ചില ഭക്ഷണങ്ങളിൽ, അതായത് ഫ്ലോറ് അല്ലെങ്കിൽ ബ്രെഡ്, മറ്റ് എന്തെങ്കിലും സെറിയൽസ് അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഭക്ഷണങ്ങളിൽ വിറ്റാമിൻ സി ആഡ് ചെയ്യാമെന്ന് ഈ ഒരു നിയമം പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ആഡ് ചെയ്യാം. അത് ചില സർട്ടൻ ഫുഡ്സിൽ മാത്രം കേട്ടോ. അത് ആ ഒരു ഫുഡിന്റെ ന്യൂട്രീഷണൽ വാല്യൂ, ഓവറോൾ ന്യൂട്രീഷണൽ വാല്യൂ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഹെൽത്തിന് പ്രയോജനകരമായിട്ട് ഉണ്ടാവാം എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളവയാണെങ്കിൽ അത്തരം ഫുഡുകളിൽ വിറ്റാമിൻ സി എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാം എന്നുള്ളത് ഈ ഒരു ആക്ടിന് കീഴിൽ ചില വ്യവസ്ഥകളിൽ പറയുന്നുണ്ട്. അതുപോലെ ഇനി നമ്മൾ താഴെ പറയുന്നതൊക്കെ വേറെ സെക്ഷൻ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ വരെയാണ് നമ്മുടെ ഫുഡ് അഡൾട്ടറേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. ഈ ആക്ട് എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ ആരോഗ്യം ദോഷകരമായ അപകടത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ കലർത്തുകയോ അല്ലെങ്കിൽ അത് മായം ചേർക്കുകയോ ചെയ്യുന്നതിൽ നിന്നും പരിരക്ഷ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമമാണ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ഭക്ഷണങ്ങളിൽ മായം ചേർക്കുക അല്ലെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക, അങ്ങനെയുള്ള ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ഡീലേഴ്സിനേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നിയമം വഴിയാണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണങ്ങളിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടോ, പെസ്റ്റിസൈഡ്സ് എന്തോരം യൂസ് ചെയ്യണം, ഫ്ലേവേഴ്സ് നിങ്ങൾ കണ്ടു കാണും. ഓരോന്നിനും ഇത്ര സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അത്തരം കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ ഒക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു നിയമത്തിന് കീഴിലാണ്. അപ്പൊ അതിന്റെ ഫ്ലേവേഴ്സ് എത്രയ്ക്ക് ചെയ്യാം, മറ്റ് അഡിക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്, അതിനുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളെല്ലാം ഈ നിയമത്തിന് കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആക്ച്വലി പറയുന്ന കാര്യമാണ് സബ്സ്റ്റാൻഡേർഡ്, നിലവാരം കുറഞ്ഞ ഭക്ഷണങ്ങളുടെ
ആ ഒരു നിയന്ത്രണവും ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ചില ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലോസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ്, അതുപോലെ ചെറീൽസ് മുതലായിട്ടുള്ളവയൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ പോഷകസമൃദ്ധമാക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താമെന്ന് ഈ ഒരു ആക്ടിലെ ചില വ്യവസ്ഥകളിൽ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിറ്റാമിൻ സി ചേർത്ത് കഴിക്കുമ്പോൾ അത്തരം ഭക്ഷണങ്ങൾ, അതായത് നമ്മളിപ്പോ ഒരു ബ്രെഡുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലോസുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് ചേർക്കുമ്പോൾ അത് ആ ഒരു കഴിക്കുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡിനെ കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ബെനിഫിറ്റ് അത് കസ്റ്റമേഴ്സിന് നൽകുന്നുണ്ട് എങ്കിൽ അത്തരം കേസുകൾ അല്ലെങ്കിൽ അത്തരം ഫുഡുകളിൽ വിറ്റാമിൻ സി ചേർക്കാം എന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഫുഡ് അഡൾട്രേഷൻ ആക്ട്. ഓക്കെ ആണോ? വായിച്ചു കഴിഞ്ഞു എല്ലാവരുടെയും? ക്ലിയർ ആണോ? ഓക്കെ, ശരി. Then നെക്സ്റ്റ് നമ്മള് അതർ ആക്ട്സ് റിലേറ്റഡ് ടു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണ്. നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങളാണ്. ഇത് ഓൾറെഡി നിങ്ങൾ 2-3 എണ്ണം നിങ്ങൾ പഠിച്ചതാണ്. ID ആക്ട് പഠിച്ചിട്ടില്ലേ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പഠിച്ചല്ലേ? എന്താണ് ഓർമ്മയില്ലേ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പഠിച്ചതാണ് അല്ലെ? വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പഠിച്ചതല്ലേ? പഠിച്ചോ? ESI ആക്ട് പഠിച്ചതല്ലേ? പഠിച്ചില്ലേ? അത് മൂന്നും നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ലാസ്റ്റ് വൺ ട്രേഡ് യൂണിയൻ ആക്ട്. അത് മാത്രമേ ഇതിൽ പുതിയതായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതില് ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 2 എണ്ണമാണ് തന്നിരിക്കുന്നത്. എങ്കിൽ കൂടി മറ്റേത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്ക് 2 എണ്ണം തന്നിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ID ആക്ട്. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, എളുപ്പമാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്? പഠിച്ച ആളുകളൊന്ന് പറഞ്ഞേ, എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്? എന്താണ്? പഠിച്ചില്ലേ എന്ന് വെച്ചപ്പോ എല്ലാവരും റിപ്ലൈ ചെയ്തു. ഇപ്പൊ എന്താ മറന്നുപോയാ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം? എംപ്ലോയറും എംപ്ലോയീസും അവർക്കിടയിലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. ശരിയാണ്. അപ്പൊ എന്താണ് ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മുടെ ഇൻഡസ്ട്രിയൽ എന്താണ് പീസ് ആൻഡ് ഹാർമണി, ശരിയല്ലേ? ആ ഓരോ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പീസ് ആൻഡ് ഹാർമണി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും വന്നിരിക്കുന്ന ഒരു നിയമം കൂടിയാണ് അല്ലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ശരിയല്ലേ? അപ്പോ നോക്കിയേ, അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലീഗൽ ഫ്രെയിംവർക്കാണ് ഈ ഒരു നിയമത്തിലൂടെ കിട്ടുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആസ് പെർ സെക്ഷൻ 2K ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്നാണെങ്കിൽ ഒരു വ്യാവസായിക തർക്കം എന്താണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡെഫിനിഷൻ പോലെ പറയുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 നിലവിൽ വന്നിരിക്കുന്നത്. അതിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യാവസായിക തർക്കം എന്താണെന്നാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിഫൈൻഡ് ആസ് എനി ഡിസ്പ്യൂട്ട് ഓഫ് ഡിഫറൻസ് between employers or between employers and workmen
or between workman and workman, which is connected with the employment or non-employment or the terms employment or with the condition of labor of any person. എന്താണ് ഉദ്ദേശിച്ചത് ഇവിടെ? അപ്പോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വ്യാവസായിക തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെ ഇടയിൽ ഉണ്ടാവുന്നതാവാം? ആരുടെയൊക്കെ ഇടയിൽ ഉണ്ടാവുന്നതാവാം അവിടെ പറയുന്നേ? ബിറ്റ്വീൻ എംപ്ലോയേഴ്സ്. ആരാ? തൊഴിലുടമകൾക്കിടയിലുള്ളതാവാം അല്ലേ? ആണോ? അവിടെ തൊഴിലുടമകൾക്കിടയിലുള്ളതാവാം അല്ലേ? അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാവാം, തർക്കങ്ങളാവാം. ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? അതെ. ഇനി ഓർ ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് വർക്ക്മെൻ, തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ളതാവാം അല്ലേ? തൊഴിലുടമകൾക്കിടയിലുള്ളതാവാം, തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ളതാവാം, അല്ലെങ്കിൽ തൊഴിലാളികളും തമ്മിലുള്ളതാവാം. മനസ്സിലാകുന്നു? അപ്പൊ ഇവര് തമ്മിലുണ്ടാവുന്ന എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെയോ ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ വ്യാവസായിക തർക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ തർക്കമായിരിക്കും? എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണോ? നാട്ടിലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണോ? ആ തർക്കമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആണോ? എന്ത് കാര്യത്തിലുണ്ട്? അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെ? അപ്പൊ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വേതനവുമായി ബന്ധപ്പെട്ടാവാം അല്ലെ? എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടോ നോൺ എംപ്ലോയ്മെന്റും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ കണ്ടീഷൻ ഓഫ് ലേബർ ഓഫ് എനി പേഴ്സൺ, അവർ തൊഴിൽ ചെയ്യുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഉണ്ടാവുന്ന എന്തൊരു കാര്യവുമാവാം അല്ലെ? ഇപ്പൊ വേജസുമായി ബന്ധപ്പെട്ടാവാം, അവരുടെ അലവൻസുമായി ബന്ധപ്പെട്ടാവാം, ബോണസുമായി ബന്ധപ്പെട്ടാവാം, അവേഴ്സ് ഓഫ് വർക്കുമായി ബന്ധപ്പെട്ടാവാം. അങ്ങനെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ അതിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഉണ്ടാവുന്ന ഏതൊരു അഭിപ്രായ വ്യത്യാസത്തെയും അല്ലെങ്കിൽ തർക്കത്തെയും നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ വ്യാവസായിക തർക്കം എന്ന് പറയാറ്. അപ്പൊ അത്തരത്തില് തൊഴിലുടമകൾക്കിടയിലോ തൊഴിലാളികൾക്കിടയിലോ അല്ലെങ്കിൽ തൊഴിലുടമയും തൊഴിലാളികൾക്കും ഇടയിലോ ഉണ്ടാവുന്ന ഇത്തരം ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഇത്തരം എന്താണ് ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് റിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ലീഗൽ ഫ്രെയിംവർക്ക് നൽകുന്ന ഒരു നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എന്ന് പറയുന്നത്. ഇതിലൂടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു വ്യവസായ ആ ഒരു മേഖലയില് ഒരു പീസ് ആൻഡ് ഹാർമണി അല്ലെ, സമാധാനവും ഒരു ഐക്യതയും ഒക്കെ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഡിസ്പ്യൂട്ടുകളെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, റിസോൾവ് ചെയ്യാനും അതിനനുസരിച്ച് അവിടെ ഒരു പീസ് ആൻഡ് ഹാർമണി കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമം കൂടിയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 എന്ന് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അതിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്യൂട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് ഒരു, അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വർഷം അണ്ടർലൈൻ ചെയ്യണം, ചോദിക്കാറുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന ഏത് വർഷം നിലവിൽ വന്നു? 1947 ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അത് അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്താണ് അല്ലെങ്കിൽ ഒരു വ്യാവസായിക തർക്കം എന്താണെന്നാണ് രണ്ടാമത് പറഞ്ഞത്. അതവിടെ എംപ്ലോയീസിനിടയിലാവാം, എംപ്ലോയേഴ്സിനിടയിലാവാം, എംപ്ലോയേഴ്സും തമ്മിലിടയിലാവാം. അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസിനെയാണ് തൊഴിൽപരമായിട്ട് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടോ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടോ തൊഴിൽ ചെയ്യുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ അല്ലെങ്കിൽ തർക്കങ്ങളെയാണ് ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വായിച്ചു നോക്കി വേഗം. ഓക്കെ,
Then next one ആണ് the Workmen Compensation Act അല്ലെങ്കിൽ WC Act. ഇതും പഠിച്ചതാണ് അല്ലേ? പഠിച്ചിട്ടില്ലേ? ഇത് പഠിച്ചതല്ലേ Workmen Compensation Act? എന്താണ് Workmen Compensation Actൽ പറയുന്നത്? എന്താണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്? കോമ്പൻസേഷൻ കൊടുക്കണം. ആരാർക്ക് കൊടുക്കണം? ആരാർക്ക് കൊടുക്കണം? ഫാമിലിക്ക്. ഓക്കെ, ഫാമിലി. ശരി. ആരാണ് ഇത് കൊടുക്കേണ്ടത്? എംപ്ലോയർ അല്ലെ? എംപ്ലോയർ എംപ്ലോയീസിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനോ കൊടുക്കേണ്ട കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് ഇതൊരു ശരിക്കും ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അല്ലെ? അവിടെ വർക്കേഴ്സിന് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു നിയമമാണ് അല്ലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് the Workmen Compensation Act 1923 aims to provide the workmen and or their dependents some in case of accident arising out of and in the course of employment and causing either death or disablement of the workman. അപ്പൊ നമുക്കറിയാം നമ്മുടെ തൊഴിൽപരമായിട്ട് ഒരുപാട് പല രീതിയിൽ ചിലപ്പോ ചില ആളുകൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കാം അല്ലെ? ആ ഒരു വർക്ക് ചെയ്യുന്ന ആ തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട അപകടങ്ങളാല് അവർക്ക് ചിലപ്പോ വൈകല്യങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ മരണം വരെയും സംഭവിച്ചത് വരാലോ. സ്വാഭാവികമായിട്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അത്തരം കണ്ടീഷനുകളിൽ അവര് തൊഴിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ അവർക്ക് ആ ഒരു മരണമോ അല്ലെങ്കിൽ ആ ഒരു ഡിസേബിൾമെന്റ് അല്ലെങ്കിൽ ആ ഒരു വൈകല്യമോ ഉണ്ടായിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് അത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം അപകടങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു, അതായത് ഇപ്പൊ മരണപ്പെട്ട ആളുകളാണെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവരുടെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അവരുടെ ആശ്രിതരായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനായിരിക്കും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക. അതല്ല വല്ല ഡിസബിലിമെന്റ് അല്ലെങ്കിൽ വൈകല്യങ്ങൾ സംഭവിച്ച വർക്കേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ തൊഴിലാളികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, നമ്മള് എന്തെങ്കിലും കോമ്പൻസേഷൻസ് ആര് കൊടുക്കണം? എംപ്ലോയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് ഈ ഒരു വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിൽ പറയുന്നത്. The act imposes statutory liability upon an employer to provide payment to employees when they suffer from physical disabilities or diseases during the course of employment. ആ ഒരു ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവർ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശാരീരികപരമായിട്ടുള്ള വൈകല്യങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗങ്ങൾ നേരിടുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആക്സിഡൻസ് വന്ന് അവർ മരണം സംഭവിച്ചു, അല്ലെങ്കിൽ വൈകല്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം എംപ്ലോയീസിന് എംപ്ലോയർക്ക് എന്തുണ്ട്, അത്തരം എംപ്ലോയീസിന് പേയ്മെന്റ് നൽകാൻ അല്ലെങ്കിൽ ഒരു വേതനം അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ നൽകുന്നതിന് വേണ്ടി ഒരു നിയമപരമായ ഒരു ബാധ്യസ്ഥത ആർക്കുണ്ടെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്? എംപ്ലോയർക്കുണ്ട് അല്ലെ? തൊഴിലുടമയ്ക്കുണ്ട് എന്ന ഒരു നിയമപരമായ ഒരു ബാധ്യസ്ഥത ആരിൽ ചുമത്തുന്നുണ്ട്? ഈ ഒരു നിയമം എംപ്ലോയറിൽ ചുമത്തുന്നുണ്ട്. And the Workmen Compensation Act 1923 it extends to the whole of India. ഇന്ത്യയുടനീളം പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമമാണ്. It came into force on the first day of July 1924. ഫസ്റ്റ് ജൂലൈ 1924 പക്ഷേ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 1923 പാസ്സാക്കിയെങ്കിൽ പോലും അത് പ്രാബല്യത്തിൽ വന്നത് 24 കേട്ടോ. ഫസ്റ്റ് ജൂലൈ 1924 ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നിയമം എന്ന് പറയുന്നത് ശരിക്കും ഒരു എംപ്ലോയറിന് വേണ്ടിയിട്ടുള്ള, ഒരു എംപ്ലോയറെ എംപ്ലോയീസിന് ചെയ്യേണ്ടതായിട്ടുള്ള കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് അവരുടെ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ വന്നു കഴിയുമ്പോൾ ആ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ മരണങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ വൈകല്യങ്ങൾ സംഭവിക്കാം. അത്തരം ആളുകൾക്കോ അല്ലെങ്കിൽ അത് മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് ആശ്രിതരായിട്ടുള്ളവർക്കോ, അതല്ല ഡിസേബിൾമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത്തരം വർക്ക്മെൻസിനും എന്ത് ചെയ്യുക, കൃത്യമായ കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നൽകുക. അതുപോലെ ഈ ഒരു ആക്ട് എന്താണ്, അവിടുത്തെ എംപ്ലോയറിലേക്ക് ഒരു നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ നിയമപരമായ ഒരു ബാധ്യസ്ഥത നൽകുന്നുണ്ട്. അതുവഴി ആ എംപ്ലോയീസ് എന്തെങ്കിലും വൈകല്യങ്ങൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ, തൊഴിലുമായി ബന്ധപ്പെട്ട ഡിസേബിലിറ്റീസ് അല്ലെ, ശാരീരികപരമായിട്ടുള്ള വൈകല്യങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളാലോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇതേ രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ വേതനങ്ങൾ നൽകണമെന്നും ഈ ഒരു നിയമത്തിന്റെ ആ ഒരു നിയമപരമായ
നിയമപരമായ ബാധ്യസ്ഥതയിൽ എംപ്ലോയറുടെ ഇതില് ഈ ഒരു നിയമത്തിന് കീഴിൽ വരുന്ന കാര്യമാണ്. അതുപോലെ ഈ ഒരു നിയമം ഇന്ത്യയിലുടനീളം വ്യാപിച്ചിട്ടുള്ള നിയമമാണ്. ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് 1 ജൂലൈ 1924 വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ദ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്, ദാറ്റ് ഇസ് WC ആക്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് 2 ആക്ട് കൂടി ഉണ്ട്. പക്ഷെ ഇതില് നിങ്ങൾക്ക് ഈ 2 ആക്ടേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ESA ആക്ടും ഉണ്ട്, ട്രേഡ് യൂണിയൻ ആക്ടും ഉണ്ട്. അതില് ESA ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം, കാരണം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പറഞ്ഞു പോവാം. ESA ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് അല്ലെ. 1948 1948 നിലവിൽ വന്നിട്ടുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ്. എന്താണ് ESA ആക്ടിൽ പറയുന്നത്? ഇതൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചേ, ഓർക്കുന്നുണ്ടോ? ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്തേ. ഇതാണ് ഒരു റിപ്ലൈ ഇല്ലല്ലോ. ESA ആക്ടിൽ എന്തൊക്കെയാ പറഞ്ഞത്? എന്തിനാണ് ഈ ഒരു ESA ആക്ട്? മെഡിക്കൽ ഇൻഷുറൻസ്, ശരിയാണ്. അപ്പൊ ഇവിടെ മെഡിക്കൽ പരമായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുക എംപ്ലോയീസിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാല് അല്ലെ, മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസോ പരിക്കുകളോ കാര്യങ്ങളോ വന്നാല് അതിന്റെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അവർക്ക് മെഡിക്കൽ പരമായ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഈ ഒരു ESA ആക്ട് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നതും അതിലൂടെ ആ ഒരു വ്യവസ്ഥയിൽ പറയുന്നത്. ഇനി ഇവിടെ 2 കൂട്ടരും, അതായത് കോൺട്രിബ്യൂട്ടറി ഫണ്ടാണ് അല്ലെ ഇവിടെ അല്ലേ. എംപ്ലോയറും എംപ്ലോയിയും എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിന് ആവശ്യമായ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങൾക്കും ഉള്ളൊരു മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിയമമാണ് ESA ആക്ട് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഇൻ കേസ് അറിയാൻ വരികയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റണം, അത്രേ ഉള്ളൂ. അതുപോലെ ട്രേഡ് യൂണിയൻ ആക്ട് എന്തായിരിക്കും? ഇപ്പൊ എന്താണ് ട്രേഡ് യൂണിയൻ ആക്ട്? ഇപ്പൊ ഏതൊരു ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്താ ട്രേഡ് യൂണിയന്റെ പ്രത്യേകത? എല്ലാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടും ട്രേഡ് യൂണിയനുകളുണ്ട് ഇല്ലേ. തൊഴിലാളി സംഘടനകള് പ്രവർത്തിക്കുന്നില്ലേ? തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരം തൊഴിലാളി സംഘടനകൾ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരം ട്രേഡ് യൂണിയനുകൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഫ്രെയിംവർക്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിയമത്തിൽ നൽകുന്നത്. അപ്പൊ അത്തരം ഓരോ ട്രേഡ് യൂണിയനുകളുടെയും രജിസ്ട്രേഷൻ, അതുമായി ബന്ധപ്പെട്ട ലീഗൽ ഫ്രെയിംവർക്കുകൾ, അതിൽ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട മറ്റ് കളക്റ്റീവ് ബാർഗൈനിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊട്ടക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അനാഗത റൈറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു നിയമമാണ് ട്രേഡ് യൂണിയൻ ആക്ട്. അപ്പൊ അതിലൂടെ അവർക്ക് കൃത്യമായിട്ട് അതാത് ഇടങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം, അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ നടത്തണം. അത് കഴിഞ്ഞ് മാത്രമേ ആ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയനുകൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറെ വ്യവസ്ഥകൾ നൽകുന്ന ഒരു നിയമമാണ് ട്രേഡ് യൂണിയൻ ആക്ട്. അപ്പൊ ഇതും നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു നിയമം ആയതുകൊണ്ടാണ് അതിന്റെ പേരും നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ഈ ഒരു മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും അതുപോലെ തന്നെ WC ആക്ട് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ESA ആക്ടും ട്രേഡ് യൂണിയൻ ആക്ടും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
ബാക്കി രണ്ടെണ്ണം നിർബന്ധമായിട്ടും നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ വർഷവും അതുപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉള്ളതും പഠിക്കണം. അതുപോലെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിന്റെ വർഷം, അതുപോലെ അത് എന്ന് പ്രാബല്യത്തിൽ വന്നു, ഏത് വർഷം പ്രാബല്യത്തിൽ വന്നു, അത് എന്തിനു വേണ്ടിയിട്ടുള്ള ആക്ട് ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ ആ ഭാഗം വരെ? ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ആക്ടുകള് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങള് മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള കുറച്ച് വശങ്ങളാണ്. സെലക്ട് പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസുകൾ പരിശോധനയുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള കുറച്ച് വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ അതുകൂടി പഠിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് എടുക്കാം. കുറച്ചധികം പോയിന്റ്സ് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. അതിനുശേഷം ഏത് ചാപ്റ്റർ ആണോ കംപ്ലീറ്റ് ആവാത്തത് അതിനനുസരിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്ത് തീർക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഇപ്പോ റണ്ണിങ്ങിൽ നിൽക്കുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ആണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് കഴിയാറായില്ലേ? അയ്യോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതാണ് കൂടുതലുള്ളതെങ്കിൽ ഇങ്ങനെ കേട്ടോ അതിന്റെ ഷെയർ ചെയ്ത് നമ്മൾ എടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പറയാട്ടോ ഏത് ഭാഗം എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, ശരി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരണേ. താങ്ക് യു.